ചന്ദ്രമൗലീശ്വരൻ. തലയിൽ ചന്ദ്രക്കലയെ ധരിക്കുന്നവൻ. ചന്ദ്രനെ അലങ്കാരമായി അല്ലാതെ മനസ്സിന്റെ ചലനങ്ങളെ സാക്ഷിയായി നോക്കുന്ന ബോധമായി ധരിക്കുന്നവൻ. ശിവന്റെ ചന്ദ്രക്കലയോട് ബന്ധമുള്ള നാമങ്ങൾ അനേകമുണ്ട്. ചന്ദ്രശേഖരൻ, ചന്ദ്രനെ ശിരസിൽ ധരിക്കുന്നവൻ. സോമേശ്വരൻ, സോമത്തിന്റെ അധിപൻ. ചന്ദ്രമൗലീശ്വരൻ, ചന്ദ്രനെ കിരീടമായി വഹിക്കുന്നവൻ. ഈ ഓരോ നാമവും ഒരു പ്രതീകമാണ്. മനസ്സിനോടുള്ള ബന്ധം, ബോധത്തിന്റെ അമൃത സ്രോതസ്സിനോടുള്ള ബന്ധത്തിന്റെ സൂചനയാണ്. ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുമ്പോൾ ശിവൻ സാക്ഷിബോധത്തെ സൂചിപ്പിക്കുന്നു. മനസ്സ് ചലിക്കുമ്പോഴും അതിനെ ധരിച്ച് നിശ്ചലമായി നിൽക്കുന്ന ബോധമാണ് ശിവൻ. ഹിന്ദു കവിതകളിലും സ്തുതികളിലും ചന്ദ്രമുഖൻ, ചന്ദ്രനെ പോലെ മനോഹരമായ മുഖം, ഇത് സാധാരണയായി ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ അല്ലെങ്കിൽ പാർവതി ദേവി എന്നിവരെ വിശേഷിപ്പിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ശിവൻ പാർവതിയെ വിവാഹം കഴിക്കാനായി സുന്ദരനായി മാറിയ കഥകൾ പുരാണങ്ങളിലുണ്ട്. ഉദാഹരണം, ഹിമവാന്റെ മകൾക്ക് അനുയോജ്യനായ രൂപം സ്വീകരിച്ചത്. പുരാണപ്രകാരം എന്തുകൊണ്ട് ശിവൻ ചന്ദ്രനെ ധരിക്കുന്നു? പുരാണപ്രകാരം ദക്ഷന്റെ ശാപത്തിൽ ക്ഷയിച്ചു പോകുന്ന ചന്ദ്രനെ ശിവൻ തന്റെ ജടയിൽ സ്ഥാനം നൽകി സംരക്ഷിച്ചു. അതുകൊണ്ട് ചന്ദ്രശേഖരൻ എന്ന നാമം. ചന്ദ്രശേഖരൻ എന്നത് സൗന്ദര്യത്തെക്കാൾ ബോധത്തിന്റെ ആധിപത്യത്തെ സൂചിപ്പിക്കുന്ന പേരാണ്. ചന്ദ്രകല എന്താണ്? ചന്ദ്ര എന്നത് ചന്ദ്രൻ, കല എന്നത് ഭാഗം, ഘട്ടം അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ അംശം. അതിനാൽ ചന്ദ്രകല എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഒരു ഘട്ടം, പ്രത്യേകിച്ച് അർദ്ധചന്ദ്ര രൂപം. ശിവൻ പൂർണ്ണചന്ദ്രനെ അല്ല ധരിക്കുന്നത്. ശിവൻ ധരിക്കുന്നത് ചന്ദ്രകല, അർദ്ധചന്ദ്രനെ ആണ്. അതുതന്നെ ഒരു സൂചനയാണ്. മനസ്സുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് അത് ആധിപത്യം പുലർത്താതെ ഇരിക്കുമ്പോഴാണ് അത് ചന്ദ്രകലയായി മാറുന്നത്. ശിവതത്വവും ചന്ദ്രനും. ഇവിടെയാണ് ശിവതത്വത്തിന്റെ ആഴം ആരംഭിക്കുന്നത്. ചന്ദ്രൻ സൂചിപ്പിക്കുന്നത് മനസ്സ്, വികാരങ്ങൾ, ആവർത്തനങ്ങൾ, മാറ്റം. ശിവൻ സൂചിപ്പിക്കുന്നത് ശുദ്ധബോധം, നിശ്ചലത, മാറ്റമില്ലാത്ത സത്യസ്ഥിതി. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സ് മാറാത്ത ബോധത്തിൽ വിശ്രമിക്കുന്നു. ഒരു വരിയിൽ പറഞ്ഞാൽ ഇതാണ് ശിവതത്വം: സമത്വം, ധാരണം, ജാഗ്രത. പൗർണമി, പൂർണ്ണചന്ദ്രൻ എന്തിനെ സൂചിപ്പിക്കുന്നു? പൂർണ്ണചന്ദ്രൻ സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ വികാരം, മനസ്സിന്റെ പരമാവധി പ്രവർത്തനം, ആഗ്രഹങ്ങളുടെ നിറവ്, സമ്പൂർണ്ണ വിപുലീകരണം. പ്രതീകാത്മകമായി പൗർണമി മനസ്സിന്റെ പരമാവധി പ്രകടനത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ശിവൻ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളോട് ബന്ധിക്കപ്പെടുന്നില്ല. ഭഗവാൻ മനസ്സിനെ സാക്ഷിയായി കാണുന്ന സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ശിവഭഗവാൻ പൂർണ്ണചന്ദ്രനെ ധരിക്കാത്തത്. പൗർണമിക്ക് എന്ത് സംഭവിക്കുന്നു? വികാരങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ചിലർക്ക് ഉറക്കം തടസ്സപ്പെടുന്നു, തിരമാലകൾ ഉയരുന്നു, ഊർജം കൂടുതലായി അനുഭവപ്പെടുന്നു. പൗർണമി പരമാവധി പ്രവർത്തനത്തിന്റെ പ്രതീകമാണ്. ഭാരതീയ ദർശനത്തിൽ ചന്ദ്രൻ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ പൂർണ്ണചന്ദ്രൻ പൂർണ്ണ പ്രവർത്തനങ്ങളിലുള്ള മനസ്സ് പ്രതിനിധീകരിക്കുന്നു. അനവധി ചിന്തകൾ, അനവധി വികാരങ്ങൾ, അനവധി ചലനം. ശിവൻ തന്റെ ശിരസിൽ അർദ്ധചന്ദ്രനെ ധരിക്കുന്നത് എന്തുകൊണ്ട്? ഭഗവാന്റെ എല്ലാ ചിഹ്നങ്ങളിലും ഉള്ളവയിൽ അർദ്ധചന്ദ്രൻ നിശബ്ദമായ അർത്ഥവുമായി തെളിഞ്ഞു നിൽക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് ശിവന്റെ ശിരസിൽ പൂർണ്ണചന്ദ്രൻ ഇല്ല? ഭഗവാൻ പൂർണ്ണചന്ദ്രൻ ധരിച്ചിരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയായിരിക്കും: പൂർണ്ണമായി സജീവമായ മനസ്സുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ശിവൻ അതിനും അപ്പുറമാണ്. അതിനാൽ ധരിക്കുന്നത് ഒരു ചെറു ചന്ദ്രകല മാത്രമാണ്. അതിനർത്ഥം മനസ്സ് ഉണ്ടാകുന്നു, പക്ഷെ അത് ശാന്തമാണ്.
അത് നിയന്ത്രിതമാണ്, ബോധത്തെ മറികടക്കുന്നതല്ല. പൂർണ്ണത ലോകത്തിൻ്റെതാണ്, യോഗിയുടേതല്ല. പൂർണ്ണചന്ദ്രൻ നിയന്ത്രിക്കുന്നത് തിരമാലകൾ, വികാരങ്ങൾ, ചക്രങ്ങൾ, പ്രജനനം, വളർച്ച എന്നിവയാണ്. ശിവൻ ചക്രങ്ങൾക്ക് അതീതനാണ്. ശിവൻ പൂർണ്ണചന്ദ്രൻ ധരിച്ചിരുന്നുവെങ്കിൽ അത് സമ്പൂർണ്ണ മാനസിക മേഖലയുമായി ഐക്യപ്പെടുത്തുന്നതിന്റെ പ്രതീകമായേനെ. പകരം ഒരു ചെറിയ ഭാഗം മാത്രം ധരിക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സ് ബോധത്തിന്റെ കീഴിലാണ്, ബോധത്തോട് തുല്യമല്ല. ഇതിൽ കൂടുതൽ ആഴമുള്ള ഒരു താന്ത്രിക ദർശനവും ഉണ്ട്. ശൈവ തത്വചിന്തയിൽ ചന്ദ്രൻ സോമത്തെ പ്രതിനിധീകരിക്കുന്നു. അമൃതം, നെക്ടർ. ചന്ദ്രകല കാണിക്കുന്നത് ആ അമൃതം സംരക്ഷിക്കപ്പെടുന്നതാണ്, ചിതറിപ്പോകുന്നതല്ല. പൗർണമി, ഊർജം പരമാവധി വ്യാപിപ്പിക്കുന്നത്. ചന്ദ്രകല, ഊർജം സംരക്ഷിക്കപ്പെട്ട നിലയിൽ. ശിവൻ മഹായോഗിയാണ്, സംരക്ഷണം വ്യയമല്ല. പൂർണ്ണത ലോകത്തിൻ്റെതാണ്, നിശ്ചലത ശിവന്റേതാണ്.